ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിടുക. നമ്മൾ ഓരോ ഭാഗം വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിടുക. നീളത്തിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിക്കുകയാണ്. ഷോൾഡർ നമ്മളിപ്പം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇറക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഷോൾഡർ അളവെടുക്കേണ്ടത്. എനിക്കിവിടെ 14 ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയത്. 14ൻ്റെ പകുതി 7. പിന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും കൂടെ നമ്മൾ എടുക്കുകയാണ്. ഫ്രണ്ട് ലെങ്ത്തിൻ്റെ ഇറക്കം 9 ഇഞ്ചാണ് വരുന്നത്. ആ 9 ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മൾക്കിപ്പം 2-3 മാർക്കിങ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ അന്നേരം അങ്ങനെ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ അന്നേരം മാർക്കിങ് നടക്കും. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴോട്ടും ഷോൾഡറിൻ്റെ ആം ഹോൾ എടുക്കുന്നതിന് നമ്മൾ ആ 7 ഇഞ്ച്, ചിലവർ 6.5 ഇഞ്ച് ആയിട്ട് എടുക്കും, 7 ഇഞ്ചായിട്ട് എടുക്കും. നമ്മളിപ്പോൾ 7 ഇഞ്ച് തന്നെ എടുക്കുക. ഇപ്പോൾ അത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിന് എന്നിട്ട് അതിങ്ങനെ അര ഇഞ്ച് നമ്മൾ താത്തിട്ടിട്ട് ഈ നടുഭാഗം നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു ആം ഹോള് ൻ്റെ കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് 1.25 ഇഞ്ച് നീക്കിയിട്ട് നമ്മളിതുപോലെ റൗണ്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അര ഇഞ്ച് താത്തിട്ട് നമ്മൾ വരച്ചെടുക്കണം. ഇങ്ങനെ വരച്ചെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം നല്ല ഷേപ്പായിട്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ 9 എടുത്തത്. നമ്മൾ ആ 9 ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് 3 ഇഞ്ച് നെക്ക് അകലം, 3 ഇഞ്ചൊക്കെ നമ്മൾ എടുക്കാവുള്ളൂ. ഇച്ചിരി വൈഡായിട്ട് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. 3 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് അത് ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മളൊരു റൗണ്ട് വരച്ചെടുക്കേണ്ടത്. ഇങ്ങനെ വരച്ചെടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴുത്തിൽ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി നന്നായിട്ട് കഴുത്തൊക്കെ ഇച്ചിരി നല്ല വൈഡായിട്ടൊക്കെ ഇരിക്കും. നമ്മൾ ആ ബോക്സിനകത്ത് ഒതുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്ത് അങ്ങ് ഒതുങ്ങിയിരിക്കേണ്ടവർക്ക് ആ രീതിയിൽ എടുക്കുക. ഇച്ചിരി വൈഡായിട്ട് എടുക്കണമെന്ന് പറയുന്നവർക്ക് ഇച്ചിരി പുറത്തോട്ട് ഇറക്കിയിടുക. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഡോട്ട് പോയിൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ ഒരു ലൂസ് ഭാഗം വരുന്നിടം വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 11 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. 11 ഇഞ്ച് നമ്മൾ താഴോട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം 11 ഇഞ്ച് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ 11.5 ഇഞ്ച് എടുക്കണം. നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൻ്റെയും ഡോട്ട് പോയിൻ്റ് എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. ആ 4.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേളിൽ നിന്നുള്ള ടക്ക് ഇടേണ്ടത്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് സ്ഥിരം ഇങ്ങനെ വെട്ടുന്നത് കൊണ്ട് നമുക്ക് 4.5 ഇഞ്ച് ഏകദേശം എവിടം വരെ വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ. ഇപ്പോൾ കണ്ടല്ലോ, 4.5 ഇഞ്ച് വന്നതിന് ശേഷം നമ്മൾ മേളിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ രീതിയിൽ നമ്മൾ മിഡ് പോയിൻ്റ് മനസ്സിലാക്കുക. എനിക്കിപ്പോൾ 9 ഇഞ്ചാണ് രണ്ട് സൈഡിലെ മിഡ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ 4.5 ഇഞ്ച്, ഇപ്പോൾ ഏകദേശം 4.5 ഇഞ്ച് തന്നെ ഉണ്ട്. ഇപ്പം അത് ഞാൻ പറഞ്ഞത് നമുക്ക് സ്ഥിരമായിട്ട് വെട്ടുന്നവർക്ക് ഏകദേശം 4.5 ഇഞ്ച് അവിടെ വരുമെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് അങ്ങ് വെട്ടിയത്. എന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം ഇവിടെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു കട്ടിങ് വരുന്നത്. അത് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് രണ്ട് സൈഡിലും കോണ് പോലെ നമുക്ക് വരയ്ക്കണം. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു അര ഇഞ്ച് നമ്മൾ താത്ത് ഷോൾഡറിൻ്റെ അടുക്ക് ഒരു 1/2 ഇഞ്ച് താത്തിട്ട് വേണം ലൈൻ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഷോൾഡർ ഇറങ്ങി പോകാതെയും ഷോൾഡർ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ ഈ ചെസ്റ്റ് റൗണ്ട് നമ്മളിപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് ചെസ്റ്റ് റൗണ്ട് 39 ഇഞ്ച്, എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. 39 ഇഞ്ചെങ്കിൽ നമ്മൾ ആ 39, ഇപ്പം ഡബിൾ എക്സലുകാർക്ക് ഒരു 3 ഇഞ്ചും ട്രിപ്പിൾ എക്സലുകാർക്ക് ഒരു 4 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് വേണം 4/1 ഭാഗം നമ്മൾ കണക്കാക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പം ബോഡിയിൽ നിന്നും നമ്മൾ 4 ഇഞ്ച്, ഡബിൾ എക്സലുകാർക്ക് 3 ഇഞ്ചും ട്രിപ്പിൾ എക്സലുകാർക്ക് 4 ഇഞ്ചും കണക്കാക്കി വേണം നമ്മൾ എക്സ്ട്രാ ഇട്ട് 39ൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 3 ഇഞ്ചും കൂടെ കണക്കാക്കുമ്പോൾ 42 ഇഞ്ച്, 39, 40, 41, 42 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ 4/1 ഭാഗം കണക്കാക്കിയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ആം ഹോളിൻ്റെ റൗണ്ട് ഭാഗം നടുഭാഗം വെച്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു ഷേപ്പ് അങ്ങോട്ട് വരച്ചെടുത്തത്. മനസ്സിലായോ? നമ്മളിപ്പോൾ ആ 42ൻ്റെ 4/1 ഇഞ്ച് ഭാഗം കണക്കാക്കിയാണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നീട് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന 39 ഇഞ്ചിൻ്റെ അളവാണ് വെച്ചാണ് നമ്മൾ എല്ലാ കാൽക്കുലേഷനും പിന്നെ ചെയ്യുന്നത്. ഒരു നെക്കിൻ്റെ വിട്ടെടുക്കുന്നതും ഒരു ആം ഹോളിൻ്റെ എടുക്കുന്നതും ഒരു നമ്മുടെ ഈ
ഈ ഈ കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു കട്ടിങ് എടുക്കുമല്ലോ നമ്മൾ. കട്ടിങ് ബ്ലൗസിനായാലും ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിനായാലും ഈ നടുക്കത്തെ ഈ കട്ടിങ് വരുന്നതും എല്ലാം നമ്മൾ കാൽക്കുലേഷൻ ചെയ്താണ് എടുക്കുന്നത്. ഈ ഇപ്പം കറക്റ്റ് അളവ് 39 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ 13 ഇഞ്ച് ഭാഗിക്കണം. ഭാഗിച്ചിട്ട് ഭാഗിക്കുന്ന കിട്ടുന്ന ആൻസർ, അതായത് 3 ഇഞ്ചാണ് നമ്മൾ ഇതിന് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ മനസ്സിലായോ? നമ്മളിപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ ആ അളവിനെ 13 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന അളവ് ആ ഒരു എമൗണ്ടാണ്, എന്ന് വെച്ചാൽ ആ ഒരു സംഖ്യയാണ്, സോറി എമൗണ്ട് അല്ല സംഖ്യയാണ് നമ്മൾ ഇവിടുത്തെ ഷേപ്പായിട്ട് കണക്കാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഷേപ്പ് നമ്മളിങ്ങനെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് വരച്ചാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ സൈഡ് ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ കൊണ്ടുവന്നാണ് നമ്മൾ എടുക്കുന്നത്. ഡയറക്റ്റ് കോണ് പോലെ നമ്മൾ ഒരിക്കലും എടുക്കരുത്, അത് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. പിന്നെ നമ്മളുടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 16 ഇഞ്ച് അളവാണ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 17 ഇഞ്ചാണ് കണക്കാക്കുന്നത്. പക്ഷേ പ്രിൻസസ് കട്ടിങ്ങിന് നമ്മളൊരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ കൊടുത്ത് 3 ഇഞ്ച് നമ്മൾ നീളം എടുക്കണം. അത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ആ 3 ഇഞ്ച് നമ്മൾ കണക്ക് കൂട്ടണം. മനസ്സിലായല്ലോ? നമ്മളിപ്പം നമ്മുടെ താഴത്തെ ഭാഗം 8 ഇഞ്ച് ആണ്, 16 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 8 ഇഞ്ചാണ് നമുക്ക് താഴത്തെ ആ ഒരു എൻഡ് ഭാഗം വരേണ്ടത്. അത് നമ്മൾ ഒന്നെങ്കിൽ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവ് എത്രയാണോ അത് തന്നെ, അല്ലെങ്കിൽ ബ്ലൗസിലെ എത്രയാണോ അളവ് ആ അളവ് തന്നെ. കാരണം ബോഡിയിലെയും ബ്ലൗസിൻ്റെയും താഴത്തെ അളവ് ഒന്ന് തന്നെ ആയിരിക്കും. നമുക്ക് ഒരു ഭാഗത്തെ അളവാണ് ഞാൻ ഈ പറയുന്നത്, 16 ഇഞ്ചാണ്. ആ 16 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ച്. ആ 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ 8 ഇഞ്ച്, നിങ്ങൾക്ക് ഡൗട്ടില്ലാത്ത രീതിയിൽ പറയുവാണ്, 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണിക്കുന്ന രീതിയിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ 3 ഇഞ്ച്, ഇതിനകത്ത് 3 ഇഞ്ച് പോയിട്ടുണ്ട്. ആ 3 ഇഞ്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ആ 3 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് എത്ര ആണോ, ചിലർ 1 ഇഞ്ച് ഇടും, ചിലർ 2 ഇഞ്ച് ഇടും, ചിലർ 2.5 ഇഞ്ച് ഇടും. ഞാനിപ്പോൾ തൽക്കാലം 2 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നോട് ഇച്ചിരി ഇടണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു 1.5 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം മുകളിലത്തെ ആ ഒരു കർവ് പോലുള്ള ആ ഒരു ഭാഗത്ത്, അതായത് നടുക്കുന്ന ആ ഷേപ്പ് കട്ടിങ് പോയല്ലോ, ആ ഒരു ഭാഗത്തെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി, അല്ല 1/4 ഇഞ്ച് കൂടെ കൂട്ടി ഒരു 1/2 ഇഞ്ചും കൂടി ഇട്ടിട്ട് നമ്മൾ ആണ് എടുക്കേണ്ടത്. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടാൽ മതി, ഞാനൊന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഇച്ചിരി തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യേണ്ടത്. കാരണം അവിടെ ഹുക്ക് വരുന്നത് കൊണ്ട്, ബാക്കിലാണ് ഹുക്ക് വരുന്നത്, അതുകൊണ്ട് ബാക്കിൽ ഹുക്ക് വരേണ്ടത് കൊണ്ട് നമ്മളൊരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ വെച്ചതിന് ശേഷം മറ്റു തുണിയുടെ ആ ഒരു കഴുത്തിൻ്റെയും ആ മോളിൻ്റെയൊക്കെ ഒരു ശകലം മാർക്കിങ് ചെയ്തിട്ട് നമുക്ക് നീളം എത്രയാണോ ആ നീളം വെച്ച് അതൊന്ന് മാർക്ക് ചെയ്യണം. ബാക്കിൻ്റെ നീളം നമുക്ക് കറക്റ്റ് 16ൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചും കൂടെ എടുത്താൽ മതി. ബാക്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. 1/2 ഇഞ്ച് മേളിലും 1/2 ഇഞ്ച് താഴെയും, പിന്നെ ഒരു പടി മടക്കി നമ്മൾ അടിക്കണം. ഇപ്പം നമുക്ക് പഴയതുപോലെ തന്നെ 7 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. അതൊരു മോളിന് ലെങ്തും വിഡ്ത്തായിട്ട് നമുക്ക് അതിൻ്റെ മാർക്കിങ് ചെയ്യണം. മാർക്കിങ് നമുക്ക് 10.5 വരുന്നത്, ആ 10.5 നമുക്ക് മാർക്ക് ചെയ്യണം. ഇത് പിന്നെ അതിൻ്റെ നടുഭാഗം കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തോടെ ഇങ്ങനെ കർവ് ചെയ്യും. ഞാൻ 2 രീതിയിലും കർവ് ചെയ്യും. നമുക്ക് ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മളിങ്ങനെ അങ്ങ് ചെയ്യും. ഒരു 1/2 ഇഞ്ച് താത്തിയിട്ടാണ് ഞാൻ വരച്ചെടുത്തേക്കുന്നത്. ഏകദേശം ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ബാക്കിൻ്റെ കഴുത്തെന്ന് പറയുന്നത് ഇച്ചിരി വൈഡായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു കഴുത്താണ്. അപ്പോൾ നമുക്ക് അത് എത്ര ആണോ അളവെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അളവ് നമ്മളൊരു 9-9.5 ഇഞ്ച് വരെയൊക്കെ മാക്സിമം അളവ് എടുക്കാം. കൂടുതൽ കസ്റ്റമർ പറയുവാണെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്ട്രാ ഒരു അളവ് നമ്മൾ എടുക്കാവുള്ളൂ. മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു 9 ഇഞ്ച് 8 ഇഞ്ച്, അതിനപ്പുറം പോകരുത്. നമ്മുടെ കഴുത്തിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു സ്ക്വയറായിട്ട് വരച്ചിട്ട് ഏതാണോ അളവെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഡിസൈൻ ഏതാണോ ആ ഒരു രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുക. അതും ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് തള്ളിയാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കഴുത്തും. ഞാനൊക്കെ ആദ്യമൊക്കെ തുണി വെട്ടുന്ന സമയത്ത് തയ്യൽ അറിയാൻ വയ്യാത്ത സമയങ്ങളിലൊക്കെ തുണി വെട്ടുന്ന തയ്യൽ അറിയാൻ വയ്യാത്ത കാലങ്ങളിലും തുണിയൊക്കെ വെട്ടി തയ്ക്കുമായിരുന്നു. അതെന്ന് വെച്ചാൽ ഈ പറയുന്ന ബോക്സിനകത്തൊക്കെ ഇട്ട് ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് വെട്ടുമായിരുന്നു. നമ്മൾ ഒന്നിൽ നിന്നല്ലേ പഠിച്ചു വരുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വെട്ടരുത്. ഇച്ചിരി വൈഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് തള്ളിയിട്ടാണ് വെട്ടേണ്ടത്. നമ്മുടെ ഇവിടെ കറക്റ്റ് നമ്മുടെ ആ ഒരു അളവ് എടുക്കുക. ഈ അളവെന്ന് പറയുന്നത് 39 ഇഞ്ചിൻ്റെ 1/3 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഈ അളവ് വന്നേക്കുന്നത്. കാരണം ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് അളവും എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു അളവായിട്ട് അവർ തന്നിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അളവെടുക്കുക. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ബോഡിയിൽ നിന്ന് അളവ്, അതായത് XXLകാർക്ക് ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതിൻ്റെ ഒരു 3 ഇഞ്ചും കൂടെ കൂട്ടി, അത് ചുരിദാറായാലും ബ്ലൗസ് മറ്റെന്ത് തുണികളായാലും 3 ഇഞ്ചും കൂടെ കൂട്ടിയതിന് ശേഷം അതിൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ബ്ലൗസിനും അതുപോലെ തന്നെ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നെക്കായാലും ഷോൾഡർ ആയാലും ആം ഹോളിൻ്റെ ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും നമ്മൾ കറക്റ്റ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവാണ് നമ്മൾ പിന്നെ എല്ലാം കാൽക്കുലേഷൻ ചെയ്യുന്നത്. കാരണം ഓരോന്നിനും ഓരോ രീതിക്കാണ് നമ്മൾ ഭാഗിച്ചൊക്കെ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ആ ഫ്രണ്ട് ഡോട്ട് പോയിൻ്റ് നമ്മുടെ കറക്റ്റ് അളവിൻ്റെ 13 കൊണ്ട് ഭാഗിച്ച് കിട്ടുന്ന അളവാണ് നമ്മൾ ഇതുപോലെ നടുക്കലത്തെ ഭാഗത്തെ ആ ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ബുക്ക് കാണുമല്ലോ എന്തുമായാലും തയ്ക്കാനുള്ള, അപ്പോൾ ആ ബുക്കിനകത്തോട്ട് നമ്മൾ എഴുതി വെക്കുക. കാരണം ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് പല രീതിയിൽ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന്. ഇപ്പം ഞാൻ പറയുന്ന രീതിക്കുള്ള ഒരളവ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, മറ്റു ആൾക്കാർ പറയുന്ന രീതിയിലുള്ള അളവ് നമ്മൾ എഴുതി വെക്കുക. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു പ്രയോജനം വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അളവും കാര്യങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ചെറിയൊരു ബുക്കിനകത്തോട്ട് എഴുതി വെച്ചാൽ ഇടയ്ക്ക് നിങ്ങൾക്ക് അത് കാൽക്കുലേഷൻ ചെയ്തായാലും എല്ലാം പെട്ടെന്ന് നമുക്ക് ബ്ലൗസ് കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ഒക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുപോലെ ചെയ്യും. ബ്ലൗസിൻ്റെ എല്ലാ അളവും, ചുരിദാറിൻ്റെ ആയാലും നമ്മുടെ പാൻറ്റിൻ്റെ ക്രോച്ചിൻ്റെ അളവായാലും അതിൻ്റെ ലെങ്ത് ആയാലും എല്ലാം ഞാനിങ്ങനെ എഴുതി വെക്കും. കാരണം നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കത്തില്ല. ചില മറവിയുള്ള ആൾക്കാർ കാണും, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നമുക്ക് വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി നമുക്കത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 കണക്കും കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം നമ്മളുടെ നമ്മുടെ കൈക്കുഴിയുടെ അളവെടുക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ബാക്കിൻ്റെയോ ഫ്രണ്ടിൻ്റെയോ നമ്മൾ കൈക്കുഴിയുടെ അളവെടുക്കുക. എനിക്ക് 11 അളവ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എത്രയാണോ നീളം വേണ്ടതെന്ന് വെച്ചാൽ കൈയുടെ അളവിൻ്റെ നീളം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ അളവ് നമ്മൾ എടുക്കുക. എനിക്കിപ്പം 11 ഇഞ്ചാണ് വേണ്ടത്. ഞാനൊരു 11.75 പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കണക്കാക്കി 12.25 ഇഞ്ചാണ് നീളം എടുത്തത്. എനിക്ക് താഴെ സ്കാലപ്പ് പോലെ ഡിസൈൻ കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഞാനൊരു 3/4 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ട് ഈ രീതിയിലാണ് നമുക്ക് ബ്ലൗസിൻ്റെ കൈ തയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ 3/4 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ട് 11 ഇഞ്ച് ഞാൻ നമ്മളിപ്പോൾ ബാക്കിലെ തുണിയുടെയാണ് കൈ നമ്മളിങ്ങനെ അളന്നെടുത്തപ്പോൾ നമുക്ക് 11 ഇഞ്ച് ഉണ്ടായിരുന്നു. ആ 11 ഇഞ്ച് നമുക്കിവിടെ കിട്ടണം. എന്നുവെച്ചാൽ ഈ എടുക്കുന്ന നീളമല്ല, ഇപ്പോൾ ഞാൻ ഷേപ്പ് വെച്ചാൽ. പിന്നെ ഒരു കണക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കറക്റ്റ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവിൻ്റെ 10 ഇപ്പം 39/10 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.9 ആ 3.9 നമ്മൾ താഴോട്ട് അളന്നിട്ട് വേണം ഇതുപോലെ ഷേപ്പ് വരയ്ക്കേണ്ടത്. ഇപ്പം അത് എന്ത് അളവായാലും നമ്മളത് 10 കൊണ്ട് ഭാഗിക്കണം. ഇപ്പം 40 40/10 4 ആ ഒരു അളവാണ് താഴോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ വളച്ചു കൊണ്ടുവരേണ്ടത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പും എല്ലാം ഇട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയാൽ മതി. 11 ഇഞ്ച് നമുക്ക് നീളത്തിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതൊന്ന് കട്ട് എടുത്താൽ മതി. ഈ പറയുന്ന കണക്കും കാര്യങ്ങളും വിശദീകരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി. നമുക്ക് കണക്ക് കാര്യങ്ങൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇടാം. പിന്നെ നമ്മൾ ബാക്ക് പീസ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് കൈക്കുഴി നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫ്രണ്ട് വരുന്ന പോർഷൻ്റെ ഒന്ന് കൈക്കുഴി നമ്മൾ വെട്ടണം. ആ വെട്ടുന്ന രീതി തിരിഞ്ഞു പോകരുത്. അതിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ വെട്ടേണ്ടത്. എന്നുവെച്ചാൽ ഇങ്ങനല്ലേ നമ്മൾ ബ്ലൗസിൻ്റെ 2 കൈയുടെ ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ അതിൻ്റെ ഈ സൈഡായിരിക്കും കട്ടിങ് വരുന്നത്. അത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്യും. പിന്നെ നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ആ ഒരു ഭാഗമാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇങ്ങനെ തിരിച്ചിട്ട് കട്ട് ചെയ്യരുത്, അതിനത് അപ്പുറത്ത് പോവും. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് നമ്മൾ കട്ട് ചെയ്യുക. അതാണ് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. നമ്മളത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു സൈഡിൻ്റെ ഭാഗം ഒന്ന് ഒരു 1/2 ഇഞ്ച് കുഴിച്ചൊന്ന് വെട്ടുക. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ ഇനിയും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, കണക്കും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട്. ഇതെല്ലാം ഒരു കണക്ക് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽസ് ആയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ഇടുക. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ 2ാം പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതും കൂടെ എല്ലാവരും കാണുക. അപ്പോൾ തയ്ക്കുന്ന രീതിയെല്ലാം മനസ്സിലാക്കും. ഞാൻ പൈപ്പിംഗ് വെക്കേണ്ടത് കൊണ്ട് ഒരു 2 ഇഞ്ച് കണക്കാക്കിയാണ് നേരെ ഇത് നമ്മുടെ പൈപ്പിങ്ങിന് വേണ്ടി കട്ട് ചെയ്യുന്നത്, ക്രോസ് ഇട്ട് കട്ട് ചെയ്യുന്നത്. പൈപ്പിംഗ് എക്സ്ട്രാ വെക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള തയ്യലിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും. ഇത് ഞാനെന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ തയ്യൽ പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഓരോന്നിൽ നിന്നും കണ്ടും കേട്ടും ഞാൻ പഠിച്ച് തയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എത്രത്തോളം അറിയാൻ പറ്റും തയ്ക്കാൻ അറിയാൻ വയ്യാത്ത ഒരാളുടെ ബുദ്ധിമുട്ട്, അതാണ് ഞാൻ